ഇപ്പോൾ എന്തെങ്കിലും ഫെസ്റ്റീവ് സീസണൊക്കെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പാർട്ടിക്ക് പോകണം അങ്ങനെയൊക്കെ ആണെങ്കിൽ ഏറ്റവും ബെറ്റർ കാലസ് റിമൂവേഴ്സ് നിങ്ങൾ യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ നൈറ്റ് അത് ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. നമ്മുടെ ഫേസ് ചിലപ്പോൾ ടാൻ അടിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും ബെറ്റർ ഡീപ് ടാൻ അടങ്ങിയ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതാണ്. ഇനി നമ്മുടെ ഗ്രൂമിംഗ് പ്രോഡക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ന്യൂട്രൽ കളർ നെയിൽ പോളിഷുകൾ. അങ്ങനെ എന്തെങ്കിലും റീസൺ കൊണ്ട് നമ്മുടെ ഫേസിലോ നമ്മുടെ ലിപ്പ് ഏരിയാസിലോ അല്ലെങ്കിൽ ഐബ്രോസോ നമ്മൾ ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഇലക്ട്രിക് ഹെയർ ട്രിമ്മേഴ്സ് വെച്ചിട്ട് നമുക്ക് സ്മൂത്തായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ മേക്കപ്പ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ഹെയർ ഒക്കെ ഉണ്ടെങ്കിൽ അത്ര ഒരു ഫിനിഷിങ് ലുക്ക് നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഏറ്റവും ബെറ്റർ നമ്മൾ ഈ ഹെയർ ഒക്കെ റിമൂവ് ചെയ്തിട്ട് മേക്കപ്പ് അപ്ലൈ ചെയ്യുന്നതാണ്. ഈ ഫെസ്റ്റീവ് സീസണിൽ നമ്മളൊക്കെ നല്ല പോലെ അണിഞ്ഞൊരുങ്ങാൻ ഇഷ്ടമുള്ളവരാണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല ഡ്രസ്സുകളിടും, അതുപോലെ സ്റ്റൈൽ ചെയ്യും, അങ്ങനെ പലതും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പാർലറിലൊക്കെ പോയിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ ഗ്രൂം ചെയ്യും. അതല്ലാതെ നമുക്ക് വീട്ടിലും ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗ്രൂമിംഗ് പ്രോഡക്ട്സിനെ കുറിച്ചാണ്. ഫെസ്റ്റീവ് സീസണിന് വേണ്ട ഗ്രൂമിംഗ് പ്രോഡക്ട്സിനെ കുറിച്ചാണ്. അതിൽ ഞാൻ ഫസ്റ്റ് തന്നെ സജസ്റ്റ് ചെയ്യുന്ന ഒന്നാണ് ഇലക്ട്രിക് ഹെയർ ട്രിമ്മേഴ്സ്. അതായത് നമ്മുടെ ഫേസിലോ നമ്മളിപ്പോൾ റെഡിയാവാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫെസ്റ്റീവ് സീസണിലോ നമ്മൾ എന്തിനോ ആയിക്കോട്ടെ നമ്മളിപ്പോൾ റെഡിയാവാൻ പോകുമ്പോൾ നമ്മുടെ ഫേസിൽ ചിലപ്പോൾ ഹെയർ ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ പാർലറിൽ പോകാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലും റീസൺ കൊണ്ട് നമ്മുടെ ഫേസിലോ നമ്മുടെ ലിപ്പ് ഏരിയാസിലോ അല്ലെങ്കിൽ ഐബ്രോസോ നമ്മൾ ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഇലക്ട്രിക് ഹെയർ ട്രിമ്മേഴ്സ് വെച്ചിട്ട് നമുക്ക് സ്മൂത്തായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. അതായത് മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മേക്കപ്പ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ഹെയർ ഒക്കെ ഉണ്ടെങ്കിൽ അത്ര ഒരു ഫിനിഷിങ് ലുക്ക് നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഏറ്റവും ബെറ്റർ നമ്മൾ ഈ ഹെയർ ഒക്കെ റിമൂവ് ചെയ്തിട്ട് മേക്കപ്പ് അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോഴാണ് ക്ലീൻ ആൻഡ് ഫിനിഷിങ് ലുക്ക് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഹെയർ ട്രിമ്മേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് അപ്പർ ലിപ്പോ ചിൻ ഏരിയാസ് പിന്നെ അതുപോലെ നമ്മുടെ ഫോർഹെഡ് ഐബ്രോസ് ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല ഇത് പോർട്ടബിൾ ആണ്. അപ്പോൾ നമുക്ക് ഈസി ടു ഹാൻഡിലും കൂടിയാണ്. അടുത്താണ് കാലസ് റിമൂവേഴ്സ്. അതായത് ഞാൻ വേറൊരു വീഡിയോയിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട് നമ്മുടെ കാൽപാദങ്ങൾ വൃത്തിയാക്കുന്നതിനെക്കുറിച്ച്. ശരിക്കും അതിൽ ഞാൻ പറയുന്നൊരു കാര്യമാണ് നമ്മുടെ കാലിൻ്റെ ഒരാൾ എത്രത്തോളം ഒരുങ്ങിയാലും ഒരാളുടെ വൃത്തിയുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് കാൽപാദങ്ങളിലൂടെയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിക്കുമുള്ള കാര്യമാണത്. സത്യം ആദ്യം നമ്മളെ നോക്കുന്നത് നമ്മുടെ കാൽപാദങ്ങൾ കൂടിയാണ്. അപ്പോൾ നമ്മളത് കെയർ ചെയ്യാതെ വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ ഒരു ലുക്ക് തന്നെ മാറിപ്പോവും. അപ്പോൾ ഏറ്റവും ബെറ്റർ നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ നമ്മുടെ കാലുകളും നമ്മുടെ സ്കിന്ന് നമ്മൾ ഫുൾ ഏരിയ നമ്മൾ വൃത്തിയാക്കി സൂക്ഷിക്കണം. അതിൽ മാനിക്യൂർ പെഡിക്യൂറൊക്കെ നമ്മൾ ഇടയ്ക്ക് ചെയ്യുന്ന സമയം കിട്ടുമ്പോൾ ഇടയ്ക്ക് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ പാർലറിൽ തന്നെ പോകേണ്ട ആവശ്യമില്ല, നമുക്ക് വീടുകളിൽ ഇരുന്നിട്ട് മാനിക്യൂറും പെഡിക്യൂറും ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഫെസ്റ്റീവ് സീസണൊക്കെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പാർട്ടിക്ക് പോകണം അങ്ങനെയൊക്കെ ആണെങ്കിൽ ഏറ്റവും ബെറ്റർ കാലസ് റിമൂവേഴ്സ് നിങ്ങൾ യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ നൈറ്റ് അത് ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. നമ്മൾ നൈറ്റ് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ കാൽപാദങ്ങളും കാലിൻ്റെ ആ ഒരു ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാനും ഡ്രൈ ആയിട്ടുള്ള സ്കിന്നൊക്കെ പോകാനും വേണ്ടിയിട്ട് ഈ കാലസ് റിമൂവേഴ്സ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മൾ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് മോയ്സ്ചറൈസർ തേച്ചൊന്ന് നല്ല പോലെ മോയ്സ്ചറൈസ്ഡ് ആക്കുക. അപ്പോൾ തന്നെ നമ്മുടെ കാലിന് നല്ല ഭംഗിയുണ്ടാവും. നമ്മൾ ഒരു എത്തനിക് വെയറൊക്കെ ഇടുന്നെങ്കിൽ കാലുകൾക്ക് തന്നെ നല്ല ഭംഗിയിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും മാരേജ് ഫംഗ്ഷൻസോ അതുപോലെ ചിലപ്പോൾ ഫെസ്റ്റീവ് സീസണൊക്കെ ആണെങ്കിൽ നമ്മുടെ ഫേസ് ചിലപ്പോൾ ടാൻ അടിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും ബെറ്റർ ഡീപ് ടാൻ അടങ്ങിയ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതാണ്. അതിപ്പോൾ ഒരു 1 വീക്ക് 2 വീക്ക് മുമ്പൊക്കെ നമ്മളിത് യൂസ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ ഒരു പരിധി വരെ ടാനൊക്കെ റിമൂവ് ആയിക്കോളും. അപ്പം മാക്സിമം എല്ലാ ദിവസവും ഡീപ് ടാൻ അടങ്ങിയ ഫേസ് വാഷുകൾ യൂസ് ചെയ്യുക. അത് നമ്മുടെ ഫേസ് നല്ലപോലെ ക്ലീൻ ആയി കിട്ടും. ഇനി അടുത്ത നമ്മുടെ ഗ്രൂമിംഗ് പ്രോഡക്റ്റിൽ വേണ്ട ഒന്നാണ് റോളർ, അതായത് ഫേസ് റോളേഴ്സ്. കാരണം എന്താണെന്ന് വെച്ചാൽ ചില സമയത്തല്ല മിക്കപ്പോഴും നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നാറുണ്ട് നമ്മുടെ ഫേസിനൊരു പഫിനെസ്, നമ്മുടെ ഈ കണ്ണിൻ്റെ ഈ ഒരു ഏരിയാസിനൊക്കെ ഒരു പഫിനെസ് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് രാവിലെ മോർണിംഗ് തന്നെ എന്തെങ്കിലും ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ മേക്കപ്പ് ഇടുമ്പോൾ നമുക്കൊരു ഒട്ടും സ്യൂട്ടാവാത്ത പോലെയൊക്കെ തോന്നും. ഇങ്ങനെ മുഖമൊക്കെ ഒരുമാതിരി വീർത്ത് കണ്ണിൻ്റെ ഈ ഏരിയയൊക്കെ വീർത്തിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ ഏറ്റവും ബെറ്റർ നമ്മൾ മേക്കപ്പ് ഒക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ആ ഒരു ഡെയിലി റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ടൈമിൽ നമ്മൾ ഈ ഒരു റോളർ യൂസ് ചെയ്ത് നമ്മുടെ ഫേസ് നല്ല പോലെ മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫേസിൻ്റെ ഈ ജോ ഏരിയാസ് അതുപോലെ ഈ ചിന്നിൻ്റെ ഏരിയ പിന്നെ നമ്മുടെ കണ്ണിൻ്റെ ഈ ഒരു ഏരിയ ഒക്കെ നല്ല പോലെ റോൾ ചെയ്ത് കൊടുക്കുക. ആ റോളർ യൂസ് ചെയ്ത് റോൾ ചെയ്ത് കൊടുക്കുക. അപ്പം തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ പഫിനെസ് നമുക്ക് നല്ല ചേഞ്ച് വരും. പിന്നെ അതുപോലെ നമ്മൾ ചെറിയ രീതിയിലൊക്കെ നമ്മുടെ ഫേസ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ ഡെയിലി ഒരു ഹാബിറ്റ് ആക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്.
ഡെയിലി നമ്മൾ ജസ്റ്റ് നമ്മുടെ ഈ ഒരു ഏരിയ ഒക്കെ നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് ഒന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ഇപ്പം നമുക്ക് കുറച്ചെങ്കിലുമൊക്കെ ലൈനൊക്കെ നമുക്കിപ്പോൾ ഒരു ഡബിൾ ചിന്നുള്ള ആൾക്കാരാണെങ്കിലും കുറച്ചൊക്കെ എങ്കിലും നമ്മുടെ ലൈൻ നമ്മൾ തെളിഞ്ഞ് നിൽക്കുക. കാരണം ആ ഒരു വീക്കം മാറിക്കിട്ടും. അതുകൊണ്ട് മാക്സിമം റോളറുകൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്താണ് ഹെയർ ടൂൾസ്. ഹെയർ ടൂൾസ് എന്ന് പറയുന്നത് എല്ലാവർക്കും വേണമെന്നല്ല ഞാൻ പറയുന്നത്, ഇത് ഓപ്ഷണലാണ് നിങ്ങളുടെ ഗ്രൂമിങ് പ്രോഡക്ട്സിൽ. അതായത് നിങ്ങൾക്കിത് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് മാത്രം നിങ്ങളുടെ ഗ്രൂമിങ് പ്രോഡക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്താൽ മതി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു ഫംഗ്ഷന് നമ്മൾ റെഡി ആകുമ്പോൾ നമുക്ക് ചിലപ്പം നമ്മുടെ ഹെയർ ചില സമയത്ത് സ്ട്രെയിറ്റ് ഹെയർ ഭംഗിയുണ്ടാവും, ചില സമയത്ത് കേൾ ഹെയർ ഭംഗിയുണ്ടാവും. അപ്പം ഏറ്റവും നല്ലത് നമുക്ക് ഇങ്ങനെ അയണറോ കളറോ വെച്ചിട്ട് നമ്മുടെ ഹെയർ ഒന്ന് സ്റ്റൈൽ ചെയ്യുന്നതായിരിക്കും. ചിലപ്പോൾ നമുക്ക് പാർലറിൽ പോയി ചെയ്യാനുള്ള ഒരു ടൈം ഉണ്ടായെന്ന് വരില്ല, ബഡ്ജറ്റ് ഉണ്ടായെന്ന് വരില്ല. അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെയുള്ള ഹെയർ ടൂൾസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് തന്നെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഈ അയണറും നമ്മുടെ മുടി സ്ട്രെയിറ്റ് ചെയ്യാനും അതുപോലെ മുടി കേൾ ചെയ്യാനും ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ്. അത് ഓൺലൈനിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഷോപ്പുകളിലും അവൈലബിൾ ആണ്. ഇനി നമ്മുടെ ഗ്രൂമിങ് പ്രോഡക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ന്യൂട്രൽ കളർ നെയിൽ പോളിഷുകൾ. അതായത് ഈ നെയിൽ പോളിഷ് ഇടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊത്തത്തിലുള്ള ആ ഒരു ലുക്ക് ഒന്ന് ഫില്ല് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ കയ്യിൽ നെയിൽ പോളിഷ് ഇടാതെ ഫ്രീ ആക്കി വിടുകയാണെങ്കിൽ ചിലപ്പം എന്തെങ്കിലും ഒരു കുറവ് നമുക്ക് ഫീൽ ചെയ്യും. നമ്മുടെ ടോട്ടൽ ഒരു ഔട്ട്ഫിറ്റിൻ്റെ ആ ഒരു ലുക്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കുറവ് നമുക്ക് ഫീൽ ചെയ്യും, പുറമേ നിന്ന് കാണുന്നവർക്കാണെങ്കിലും നമുക്കാണെങ്കിലും. അപ്പം ഏറ്റവും ബെറ്റർ നമ്മൾ ന്യൂട്രൽ കളേഴ്സ് ആണെങ്കിൽ എല്ലാ കോസ്റ്റ്യൂമിൻ്റെ കൂടെയും അത് പൊക്കോളും. അതുകൊണ്ടാണ് ഞാൻ ന്യൂട്രൽ കളേഴ്സ് സ്പെസിഫിക് ആയിട്ട് പറയാൻ കാരണം. അപ്പോൾ അത് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ നമ്മുടെ ലുക്കിന് നല്ലൊരു മാറ്റം വരും. അതായത് നെയിൽ പോളിഷ് ഇടാൻ ഇഷ്ടമുള്ളവർ മാത്രം ഇട്ടാൽ മതി. ഇനി ഇഷ്ടമില്ലാത്തവർ അതിന് വേണ്ടിയിട്ട് നിൽക്കണ്ട. ഇട്ട് കഴിഞ്ഞാൽ നെയിൽ പോളിഷ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ടോട്ടൽ ചേഞ്ച് ഫുൾ ഫില്ലാവും. ഇനി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന വേറൊരു പ്രോഡക്റ്റാണ് മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ. അതായത് നമ്മൾ മേക്കപ്പൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ചില സമയത്ത് നമ്മൾ ആ ഒരു വിയർപ്പ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് നമ്മുടെ മേക്കപ്പ് ചിലപ്പം പോകാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പല സിറ്റുവേഷൻസ് വരും. അപ്പം നമ്മുടെ ആ ഒരു ചിലപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് നല്ല പോലെ നമ്മൾ റെഡിയായി പോയി, പക്ഷെ നമ്മളൊരു ഫംഗ്ഷനിൽ എത്തിയപ്പോഴേക്കും വിയർത്ത് നനഞ്ഞ് ഒക്കെ നമ്മുടെ ഫേസിലെ ആ ഒരു മേക്കപ്പ് ലുക്കൊക്കെ മാറി ആകെ ഒരു വിയർ ലുക്കൊക്കെ തോന്നും. അപ്പം ഏറ്റവും ബെറ്റർ ഈ മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ നമ്മൾ ജസ്റ്റ് ആ ഒരു നമ്മൾ മേക്കപ്പ് ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നമ്മളൊന്ന് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ അത് സെറ്റായിട്ട് അവിടെ ഇരുന്നോളും. അപ്പം നമ്മളിനി പിന്നെ വേർത്താലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ടോ നമ്മുടെ മേക്കപ്പിൽ വേറെ ചേഞ്ച് ഒന്നും വരില്ല. അപ്പോൾ വേറെ നമുക്കും കോൺഫിഡൻസ് കുറയില്ല. അപ്പോൾ ഏറ്റവും ബെറ്റർ മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ നമ്മുടെ ഗ്രൂമിങ് പ്രോഡക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഫെസ്റ്റീവ് സീസണിലെ ഗ്രൂമിങ് പ്രോഡക്റ്റ്സ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രോഡക്ട്സുകൾ. അപ്പോൾ ഇത്രയോടും നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് അഗ്ര മാർട്ടിൻ സൈനിങ് ഓഫ്.